സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നതിനിടെ നിയമസഭാ മന്ദിരത്തിലെ ഊട്ടുപുര നവീകരിക്കാൻ സർക്കാർ ചെലവാക്കുന്നത് 7.5 കോടി രൂപയാണ്. കാലാവധി കഴിയാൻ 9 മാസം മാത്രം ബാക്കി നിൽക്കെ മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള സർക്കാർ മന്ദിരങ്ങൾ നവീകരിക്കാൻ കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവാക്കുന്നത്. ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയേക്കാൾ കൂടുതൽ ചെലവിട്ടാണ് ക്ലിഫ് ഹൗസിൽ ചാണകക്കുഴി നിർമ്മിച്ചത്. നിയമസഭയിലെ ഡൈനിംഗ് ഹാൾ നവീകരിക്കുന്നതിന് 7.40 കോടി രൂപയുടെ ഭരണാനുമതിയാണ് കഴിഞ്ഞ ദിവസം സർക്കാർ നൽകിയത്. നിർമ്മാണത്തിനായി അംഗീകൃത ഏജൻസികളിൽ നിന്ന് താൽപര്യപത്രം ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തിറക്കി. നിയമസഭാ മന്ദിരത്തിന്റെ സെല്ലാറിലുള്ള ഡൈനിംഗ് ഹാളാണ് നവീകരിക്കുന്നത്. സഭയുടെ 25ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഡൈനിംഗ് ഹാളിന് ആധുനിക മുഖം നൽകുന്നത്. നവീകരണ പ്രവൃത്തികളിൽ തറയിൽ ഇറ്റാലിയൻ മാർബിൾ പാകുന്നത്, പാനലിംഗ്, ഗ്ലാസ് പാർട്ടീഷനുകൾ, എയർ കണ്ടീഷനിംഗ്, ഇലക്ട്രിക്കൽ ജോലികൾ എന്നിവ ഉൾപ്പെടുന്നു. ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നത് തറയിൽ ഇറ്റാലിയൻ മാർബിൾ പാകാനാണ്. ഇതിനായി 1.41 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പാനലിംഗ്, ഗ്ലാസ് പാർട്ടീഷൻ ജോലികൾക്ക് 1.17 കോടി രൂപയും പ്രീമിയം കർട്ടനുകൾക്കായി 21.10 ലക്ഷം രൂപയും ചെലവ് കണക്കാക്കുന്നു. കെട്ടിട നിർമ്മാണ മേഖലയിൽ മതിയായ പരിചയമുള്ള അംഗീകൃത ഏജൻസികളെയാകും തെരഞ്ഞെടുക്കുക. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ് 2ാം പിണറായി സർക്കാർ അധികാരമേറ്റ 2021 മുതൽ നവീകരിക്കാൻ ഇതുവരെ 4 കോടിയോളം രൂപ ചെലവായിട്ടുണ്ട്. 14 പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇക്കാലയളവിൽ ക്ലിഫ് ഹൗസിൽ നടന്നത്. ലിഫ്റ്റ്, കാലിത്തൊഴുത്ത്, ബാത്റൂം, കുളിമുറി നവീകരണം, അടുക്കളയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വിശ്രമമുറിയുടെ നവീകരണം, പെയിന്റിംഗ്, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലെ ഓഫീസ് റൂം നവീകരണം തുടങ്ങിയ പ്രവൃത്തികളാണ് മരാമത്ത് വകുപ്പ് മുഖേന നടക്കുന്നത്. പെയിന്റിംഗിന് മാത്രം 12 ലക്ഷം രൂപ ചെലവായി. ടൂറിസം വകുപ്പിന്റെ കീഴിലാണ് ക്ലിഫ് ഹൗസ് അടക്കമുള്ള മന്ത്രിമന്ദിരങ്ങൾ. മരാമത്ത് വകുപ്പിന് പുറമെ ഏകദേശം 2 കോടി രൂപയുടെ പ്രവർത്തികൾ ക്ലിഫ് ഹൗസിൽ ടൂറിസം വകുപ്പും നടത്തി. ക്ലിഫ് ഹൗസിലെ നീന്തൽക്കുളം, പൂന്തോട്ടം, വെള്ളം, വൈദ്യുതി മുതലായവയുടെ ചുമതല ടൂറിസം വകുപ്പിനാണ്. ക്ലിഫ് ഹൗസിലെ ചാണകക്കുഴി നിർമ്മാണത്തിന് മാത്രം 4.40 ലക്ഷം രൂപയാണ് ചെലവായത്. 3.72 ലക്ഷം രൂപയ്ക്കാണ് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത്. എന്നാൽ പണി പൂർത്തിയായപ്പോൾ ടെൻഡർ തുകയേക്കാൾ 68,000 രൂപ കൂടുതൽ ചെലവായി. ഒരു ലൈഫ് മിഷൻ വീട് നിർമ്മിക്കാനുള്ള തുകയേക്കാൾ കൂടുതലായി മുഖ്യമന്ത്രിയുടെ ചാണകക്കുഴി നിർമ്മിക്കാൻ. പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ മന്ത്രിമാർ അവരുടെ ഔദ്യോഗിക വസതികളിലും ഓഫീസുകളിലും അറ്റകുറ്റപ്പണിയും മാറ്റങ്ങളും നിർദ്ദേശിക്കാറുണ്ട്. ഇതനുസരിച്ച് പൊതുമരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നൽകും. അടിയന്തരമായി ചെയ്യേണ്ട ജോലികൾ ആയതിനാൽ ടെൻഡർ വിളിക്കാതെ സർക്കാരിന്റെ അക്രഡിറ്റഡ് കരാറുകാർക്ക് നിർമ്മാണ ചുമതല കൈമാറുകയാണ് പതിവ്. എന്നാൽ സർക്കാർ ഏറ്റവും അധികം വിമർശനത്തിന് വിധേയമാകുന്നതും ഇത്തരം അറ്റകുറ്റപ്പണികളുടെയും മോടി പിടിപ്പിക്കലിന്റെയും പേരിലാണ്. ക്ലിഫ് ഹൗസിൽ നീന്തൽക്കുളം നിർമ്മിച്ചതായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ കെ കരുണാകരനെ വേട്ടയാടിയ മുഖ്യ വിമർശനങ്ങളിൽ ഒന്ന്. VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വൻ തുക മുടക്കി മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിച്ചത് വിവാദമായതോടെ അന്ന് മന്ത്രിമാരായിരുന്ന കോടിയേരി ബാലകൃഷ്ണനും C ദിവാകരനും കൂടുതൽ ആരോപണങ്ങൾ ഒഴിവാക്കാൻ ഔദ്യോഗിക വസതി വിട്ട് സ്വന്തം വീടുകളിലേക്ക് മാറിയിരുന്നു. കോടിയേരി 14 ലക്ഷം രൂപയും ദിവാകരൻ 11 ലക്ഷം രൂപയുമാണ് അന്ന് നവീകരണത്തിനായി ചെലവിട്ടത്. നവീകരണം വിവാദമായതിനെ തുടർന്ന് അന്വേഷിക്കാൻ സർക്കാർ വിജിലൻസിനെ നിയോഗിച്ചു.